ചുറ്റും പറന്ന് ചിറക് കരിഞ്ഞു വീഴുന്ന ആ ജീവിയെ നോക്കി നമ്മൾ എന്നും മണ്ടനെന്ന് മുദ്രകുത്തും. എന്നാൽ അതിനുമപ്പുറം ആ ജീവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അതെ, പറഞ്ഞു വരുന്നത് ഈയാമ്പാറ്റകളെ കുറിച്ച് തന്നെയാണ്. എന്നാൽ ചിതലുകൾ തന്നെയാണ് ഈയാമ്പാറ്റകളെന്നും അതുപോലെ അവയുടെ കോളനികളിലെ വിസ്മയങ്ങളും ഒക്കെ നമുക്ക് അന്യമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യം അവയുടെ കൊട്ടാരങ്ങളാണ്, അഥവാ ചിതൽപുറ്റുകൾ. അതിലെ വിസ്മയിപ്പിക്കുന്ന സൗകര്യങ്ങൾ കണ്ടാൽ ഇവയുടെ ബുദ്ധിയോർത്ത് നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കുഞ്ഞുങ്ങൾക്കുള്ള മുറിയും ഭക്ഷണം സൂക്ഷിക്കാനുള്ള മുറിയും വിശ്രമ മുറിയും അങ്ങനെ. ചിതൽപുറ്റുകൾ ഒരു വിസ്മയ ലോകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് ചിതലുകളെ കുറിച്ചാണ്, അവയുടെ ആ വിസ്മയ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പൊതുവെ എല്ലായിടത്തും കാണുന്ന ഒരു ഷഡ്പദമാണ് ചിതൽ. ഹൈസോപ്റ്റെറ വിഭാഗത്തിൽപ്പെടുന്ന ഇത് സാമൂഹ്യ ജീവിയാണ്. ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും പോലെ നിരവധി എണ്ണം വലിയ കോളനിയായി കഴിയുന്നു. മനുഷ്യർ പൊതുവെ ചിതലിന് ശല്യമുണ്ടാക്കുന്ന ഒരു കീടമായിട്ടാണ് കാണുന്നതെങ്കിലും പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ളൊരു ജീവിയാണിത്. ഒരു സാധാരണ കോളനിയിൽ നിംഫുകൾ, അതായത് പ്രായപൂർത്തി എത്താത്ത ചിതലുകൾ, ജോലിക്കാർ, പട്ടാളക്കാർ, അതുപോലെ പ്രത്യുൽപാദന ശേഷിയുള്ളവർ, രാജ്ഞി ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇവയൊക്കെയാണ് ഒരു ചിതൽ കോളനിയിൽ ഉണ്ടാവുക എന്നാണ്. ഉഷ്ണമേഖല ഉപോഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. പറക്കാൻ ശേഷിയുള്ള ചിതലുകളാകട്ടെ കോളനിയുടെ വലിപ്പം വല്ലാതെ വർദ്ധിക്കുമ്പോൾ പുതിയ കോളനി ഉണ്ടാക്കാനായിട്ട് കൂട് വിട്ട് പുറത്തു പോവാറുമുണ്ട്. ഇവയാണ് നമ്മുടെ ഈയലുകൾ അഥവാ ഈയാമ്പാറ്റ. ആകൃതിയും നിറവും മൂലം വെളുത്ത ഉറുമ്പുകൾ അല്ലെങ്കിൽ വെള്ളുറുമ്പുകൾ എന്നൊക്കെ ഇവയെ നമ്മൾ വിളിക്കാറുണ്ടെങ്കിലും ഉറുമ്പുകളുമായി ചിതലുകൾക്ക് അകന്ന ബന്ധം മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, ഉറുമ്പുകളുമായി ഇവരത്ര രസത്തിലുമല്ല. പാറ്റകളാണ് ചിതലുകളുടെ അടുത്ത ബന്ധുക്കൾ. ഇനി നമുക്ക് ഇവയുടെ സാമൂഹിക ഘടനയെ ഒന്ന് വിശദീകരിക്കാം. ചിതലുകളിൽ എല്ലാവർക്കും പ്രത്യുൽപാദനത്തിനുള്ള കഴിവൊന്നുമില്ല. എന്നാൽ പ്രത്യുൽപാദന ശേഷിയുള്ളവരിൽ പറക്കാൻ ശേഷിയുള്ള ഇണചേർന്ന മുട്ടയിടുന്ന പെൺചിതലിനെയാണ് രാജ്ഞി എന്ന് വിളിക്കുന്നത്. ഇണചേരാൻ കഴിയുന്ന രാജ്ഞിയുടെ സമീപത്ത് തന്നെയുള്ള പറക്കാൻ കഴിവുള്ള ആൺചിതലിനെ രാജാവ് എന്നും വിളിക്കാറുണ്ട്. ഇരുവർക്കും ചിറകുകളുടെ സ്ഥാനത്ത് ചെറിയ മുനമ്പുകൾ ഉണ്ടായിരിക്കും. പ്രത്യുൽപാദന ശേഷിയുള്ള ആൺചിതലുകൾക്ക് ജീവിതകാലം മുഴുവനും റാണിയുമായി ബന്ധപ്പെടുമത്രേ. എന്നാൽ അവയുടെ ശരീര വലുപ്പം റാണിയുടേതിനേക്കാൾ എത്രയോ കുറവുമാണ്. ഇണ ചേർന്ന് കഴിഞ്ഞാൽ റാണി വളരെയധികം മുട്ടകളിടും. പ്രതിദിനം 2000-ലധികം മുട്ടകൾ വരെ. വളരെ വലിയ അണ്ടാശയങ്ങളാണ് റാണിക്കുണ്ടാവുക. ഇതുമൂലം റാണിയുടെ ഉദരഭാഗം വളരെ വീർത്തിരിക്കും. കൂടുതൽ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. വീർത്ത ഉദരവും കൊണ്ട് ചലിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ വേലക്കാരായ ചിതലുകൾ സഹായത്തിനായി വരും. ഒരു ദിവസം രാജ്ഞി 2000-ലധികം മുട്ടകൾ ഇടാൻ കഴിവുണ്ടായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. സാമൂഹിക പരിപാലനത്തിനായി ചിതലുകൾ ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ രാജ്ഞിയാണ് ഈ ഫിറമോണുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്ഞിയെ നക്കി തുടയ്ക്കുമ്പോൾ ഈ ഫിറമോണുകൾ വേലക്കാരിലേക്ക് എത്തും. പിന്നീട് ഒരേ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുമ്പോൾ മറ്റുള്ള ചിതലുകളിലും ഇതെത്തും. രാജ്ഞിയിൽ നിന്നുള്ള ഫിറമോണുകളുടെ അളവിന് കുറവ് സംഭവിക്കുമ്പോൾ പ്രായം കൂടിയ ഒരു നിംഫ് രാജ്ഞിയായി മാറുന്നു. ഇത്തരത്തിലുള്ളവയ്ക്ക് ക്രമേണ പ്രത്യുൽപാദന ശേഷി ഉണ്ടാകും. ഉറുമ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ചിതലുകളിൽ പ്രത്യുൽപാദന ശേഷിയുള്ള ആൺചിതലുകൾ ജീവിതകാലം മുഴുവനും രാജ്ഞിയുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. അവയുടെ ശരീരവലിപ്പം രാജ്ഞിയെ പോലെ വർദ്ധിക്കാറുമില്ല. രാജ്ഞിയുടെയും രാജാവിൻ്റെയും ചിറകുകളുടെ സ്ഥാനത്ത് ചെറിയ മുനമ്പുകളാണ് ഉണ്ടാവുക. ചില ജനിതക വിദ്യകൾ ഉപയോഗിച്ചുള്ള പഠനങ്ങളിൽ നിന്നും കോളനിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്നിലധികം ഇണകളുടെ സാന്നിധ്യം ഒരു കോളനിയിൽ ഉണ്ടാകാനിടയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നിലധികം പ്രത്യുൽപാദന ശേഷിയുള്ള ജോഡികൾ ഒരു കോളനിയിൽ തീരെ അസാധാരണവുമല്ല. മഴക്കാലത്ത് റാണിമാരുടെയും രാജാക്കന്മാരുടെയും എണ്ണം വളരെ വർദ്ധിക്കും. ആദ്യത്തെ റാണിയുടെ ഫിറമോൺ ഉൽപ്പാദനം കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. തുടക്കത്തിൽ ഇവർക്ക് ചിറകുകൾ ഉണ്ടായിരിക്കും. ഇവയെ ഈയാമ്പാറ്റകൾ എന്നാണ് വിളിക്കാറുള്ളത്. വളരെ നല്ല വികാസം പ്രാപിച്ച കണ്ണുകൾ ഇവയുടെ പ്രത്യേകതയാണ്. കൂട്ടിൽ കൂട് നിൽക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ ഇവ കൂടുവിട്ട് മെല്ലെ പുറത്തേക്ക് പോകും. ഈ കൂട്ടുപറക്കലിന് സ്വാമിങ് എന്ന് പറയുന്നു. ഇവ പിന്നീട് കോളനി സ്ഥാപിക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്തി അവിടെ കൂടുണ്ടാക്കാൻ തുടങ്ങും. കൂടുണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇവ തങ്ങളുടെ ചിറകുകൾ പൊഴിച്ചു കളയുന്നുണ്ട്. ഇവ വേറൊരിടത്ത് പുതിയ കോളനി സ്ഥാപിക്കുകയും ചെയ്യും. ആ സമയത്ത് സ്വന്തം ചിറകുകൾ പൊഴിച്ച് കളയുകയും ചെയ്യും. ഇതിൻ്റെ ആവശ്യം ഇവർക്ക് പിന്നീട് ഉണ്ടാവില്ല. സന്ധ്യാസമയത്ത് ഈയലുകൾ കൂട്ടമായി പുറത്തിറങ്ങുന്നതും നമ്മുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി വരുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ദീപങ്ങൾക്ക് ചുറ്റും ഇവ പറന്ന് കളിക്കുന്നതും ഇണചേരുന്നതും തുടർന്ന് ചിറക് പൊഴിക്കുന്നതും ഒക്കെ സാധാരണ കാഴ്ചയാണ്. അവ ചിതലുകളാണെന്ന് നമുക്ക് പലർക്കും അറിയുകയുമില്ല. പക്ഷെ നമ്മൾ ഇവരെ മണ്ടന്മാരെന്ന് മുദ്രകുത്തി കളിയാക്കാറുമുണ്ട്. ഇനി അടുത്ത കൂട്ടരായ ജോലിക്കാരെ നോക്കിയാലോ. പ്രത്യുൽപാദന ശേഷിയും കാഴ്ചശക്തിയും ഇല്ലാത്തവരാണിവർ. അവരുടെ ജീവിതം മുഴുവൻ ജോലി ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടതാണ്. ഭക്ഷണം സംഭരിക്കുക, സൂക്ഷിക്കുക, റാണിയെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുക, കൂട് സംരക്ഷിക്കുക, കൂട്ടിൽ ശരിയായ താപനില നിലനിർത്തുക, ശരിയായ വായുസഞ്ചാരം ഉറപ്പുവരുത്തുക മുതലായ കാര്യങ്ങളൊക്കെ ജോലിക്കാരാണ് ഏറ്റെടുക്കുക. തീർന്നില്ല, മറ്റ് ചിതലുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തതും ഇവർ തന്നെയാണ്. എങ്ങനെയാണെന്നല്ലേ? ജോലിക്കാർ ദഹിപ്പിച്ച ഭക്ഷണം വായിലൂടെയോ വിസർജ്യമായോ പുറത്തെടുത്ത് മറ്റുള്ളവർക്ക് നൽകുന്നു.
പട്ടാളക്കാരായ ചിതലുകൾക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാനുള്ള കഴിവില്ലാത്തതിനാൽ അവരെയും പ്രത്യേകം പരിഗണിക്കും. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവരാണ് ഇപ്പോൾ പറഞ്ഞവർ, അതായത് പൊരുതാൻ ജനിച്ചവരാണിവർ. അതെ, പട്ടാളക്കാർ. ചിതൽ കോളനിയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ സേനയാണ് പട്ടാളക്കാർ. ചിതലുകളുടെ പ്രധാന ശത്രുക്കൾ ഉറുമ്പുകളാണ്. പട്ടാളക്കാർ നല്ല കരുത്തരായിരിക്കും. ഉറച്ച ശരീരവും വലിയ തലയും അവരുടെ സവിശേഷതകളാണ്. അവയുടെ താടിയിൽ കടിക്കാൻ സഹായിക്കുന്ന വലിയ മാൻഡിബിളുകൾ ഉണ്ടായിരിക്കും. പട്ടാളക്കാർക്ക് സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, കാരണം ഇവയുടെ വായുഭാഗം പ്രതിരോധത്തിന് വേണ്ടി സജ്ജമാക്കിയതാണ്. ചിതലുകളുടെ സാധാരണ ശത്രു ഉറുമ്പുകളാണ്. അടുക്കടുക്കായി നിന്നോ വരിവരിയായിട്ട് നിന്നോ ഇവ ഉറുമ്പുകളുടെ ആക്രമണത്തെ നേരിടും. മുന്നിലുള്ളവ ചാവുന്നതിനനുസരിച്ച് പിന്നിലുള്ളവർ കയറി വരികയും ചെയ്യും. അങ്ങനെ അവരുടെ പോരാട്ടം തുടരുകയും ചെയ്യും. ചിലയിനം ചിതലുകളിലെ പട്ടാളക്കാരിൽ ചാവേറുകളുമുണ്ട്. അവ തങ്ങളുടെ മാൻഡിബിളുകൾ സ്വയം അടർത്തി മാറ്റും. അപ്പോൾ ഒരു ദ്രാവകം ഊറി വരും. അത് വായുവുമായി പ്രവർത്തിച്ച് പശിമയുള്ളതായി തീരുകയും ചെയ്യും. ഇത് അധിനിവേശം നടത്തുന്ന ശത്രുക്കളെ കുടുക്കി നിർത്താൻ വേണ്ടി സഹായിക്കും. അതേസമയം ഈ മാൻഡിബിളുകൾ ഒഴിവാക്കിയ ചിതലുകൾ ചാവുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ചിതലുകളുടെ കൊട്ടാരത്തിലേക്ക് കടക്കാം. പലരും പാമ്പിൻ പുറ്റ് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പിടുന്ന ചിതലിൻ്റെ പുറ്റു കൊട്ടാരത്തിലേക്ക്. ചിതലുകളുടെ കൂടാണ് ചിതൽപുറ്റുകൾ. മണ്ണ്, മണൽ, സസ്യഭാഗങ്ങൾ, പശിമയുള്ള ശരീരസ്രവങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണ് ചിതലുകൾ ഈ പുറ്റുണ്ടാക്കുന്നത്. ചിലയിനം ചിതലുകളുടെ കൂട് വളരെയധികം സൗകര്യങ്ങൾ നിറഞ്ഞ ഒരു കൊട്ടാരം തന്നെയാണ്. ഒരിനം ആഫ്രിക്കൻ ചിതലുകളുടെ കൂട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു തരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള പ്രത്യേക മുറികൾ, ഫംഗസ് കൃഷി നടത്താനുള്ള ഒരു ചിതൽ തോട്ടം, ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കലവറ, റാണിക്ക് വസിക്കാൻ വേണ്ടിയിട്ട് അന്തഃപുരം. കൂടിൻ്റെ മധ്യഭാഗത്താണ് ഏറ്റവും സുരക്ഷിതമായ ഈ അറ സജ്ജീകരിക്കുന്നത്. കൂടെ രാജാവും ഉണ്ടാകും. വായുപ്രവാഹം ക്രമീകരിക്കാനുള്ള പ്രത്യേക കുഴലുകൾ, കൂട് തണുപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം ചാലുകൾ, ഈയലുകൾക്ക് പറന്നു പോകാൻ വേണ്ടി കൂടിൻ്റെ വശങ്ങളിൽ പ്രത്യേകം ഓരോരോ ദ്വാരങ്ങൾ. ഈയലുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ദ്വാരങ്ങൾ അടയ്ക്കുകയും ചെയ്യും. സാധാരണ 1 മുതൽ 3 മീറ്റർ വരെയാണ് ഒരു ചിതൽപുറ്റിൻ്റെ ഉയരം. എന്നാൽ ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടുകളിൽ 9 മീറ്റർ വരെ ഉയരത്തിലുള്ള പുറ്റുകളുണ്ടത്രേ. കേരളത്തിലെ സർപ്പക്കാവുകളിലും നല്ല ഉയരമുള്ള ചിതൽപുറ്റുകളും കാണാം. എന്തായാലും ചിതലുകൾ കാരണം നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ഉപദ്രവമുണ്ട്. പക്ഷേ ഓർക്കണം, അവയെക്കൊണ്ട് നമുക്കും പരിസ്ഥിതിക്കും ഒട്ടേറെ ഉപകാരങ്ങളുമുണ്ട്. ആ കാര്യം മറക്കരുത്. മരങ്ങൾ വിഘടിക്കുവാനും മണ്ണ് നിർമ്മിക്കാനും ചിതലുകൾ വളരെയേറെ സഹായകരമാണ്. അതുപോലെ തന്നെ ഒരുപാട് പക്ഷികൾക്ക് ഇവ ആഹാരവുമാണ്. അതുപോലെ ചിതൽപുറ്റിന് ഔഷധ ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ എനിക്ക് വലിയ വ്യക്തതയില്ല. നിങ്ങൾക്കതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും പുതിയൊരു അറിവാകുമല്ലോ. അപ്പോൾ ചിതലിനെ കുറിച്ച് കൂടുതൽ രസകരമായ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി പറയണേ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.